എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തിന് നൽകിയ മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഗാന്ധിജി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഗാന്ധിജിയെ കണ്ടിട്ടില്ല. 1935 ജനിച്ചത് ഞാൻ. എന്നാൽ എൻ്റെ പിതാവിൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളും മഹാത്മാഗാന്ധിയുടെ ആശസ്ത്രധിഷ്ഠിതമായ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. P.T. ചാക്കോ, R.V. തോമസ്, പട്ടംതാണുപിള്ള എന്നിവർ നേതൃത്വം കൊടുക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിലെ വെറും ജാഥയിലും പരിപാടിയിലും പങ്കെടുക്കുന്ന വ്യക്തികളായിരുന്നവർ. അങ്ങനെ കോട്ടയം പാലാ പ്രദേശങ്ങളിൽ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരു ബാലൻ എന്ന നിലയിൽ ഞാനും അവിടെ ഇവിടെ പോയിരുന്നു. മഹാത്മാഗാന്ധി കി ജെ, ഭാരതമാതാ കി ജെ എന്ന് നേതാക്കന്മാർ വിളിക്കുന്ന കൂട്ടിൽ അർത്ഥം മനസ്സിലാക്കാതെ ഞാനും ഇട്ടുവിളിച്ചു. അങ്ങനെ ഒരർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അറസ്റ്റ് വരിച്ചിട്ടില്ല, ജയിലിൽ പോയിട്ടില്ല. തുടർന്ന് ഗാന്ധിജിയെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്നാണ്. ഗാന്ധിജി ആരായിരുന്നു, ഗാന്ധിജിയുടെ പ്രവർത്തനം എന്താണ് എന്നൊക്കെ പഠിപ്പിച്ചു തന്നതും അദ്ദേഹമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ ജിജ്ഞാസയോടെ ഞാൻ ചോദിക്കും, എന്താണ് ഗാന്ധിജിയെ ശ്രദ്ധിച്ച്? അപ്പോൾ ഗാന്ധിജി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. ലോകത്തിൽ ഇപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടുള്ള സമരങ്ങളാണ്. ഗാന്ധിജി അങ്ങോട്ട് യുദ്ധം ചെയ്യാതെ തികച്ചും സമാധാനപരമായ അഹിംസാത്മക മാർഗത്തിൽ സമരം ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അന്നു മുതൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള ചിത്രം എൻ്റെ മനസ്സിൽ കടന്നു വന്നു. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വലിയ ചിത്രം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ അദ്ദേഹം സാധുക്കൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാണ് എന്നാണ് എനിക്ക് ഏറ്റവും കൂടുതലായി എൻ്റെ മനസ്സിൽ തോന്നുന്നത്. വടക്കേ ഇന്ത്യയിലെ ദീർഘകാലത്തെ സമരപരിപാടികൾക്ക് ശേഷം ഇന്ത്യയിൽ വന്നപ്പോൾ തൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായി തിരിച്ച ഗോപാലകൃഷ്ണ ഗോഖലെയോട് ചോദിച്ചു, ഞാൻ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്? ഗോപാലകൃഷ്ണ ഗോഖലെയും ലോകമാന്യ തിലകനും നമുക്കായിരുന്നല്ലോ എന്ന നേതൃത്വം. ഗോപാലകൃഷ്ണ ഗോഖലെ പറഞ്ഞു, ശ്രീ ഗാന്ധി, നിങ്ങൾ ഇന്ത്യ രാജ്യത്തെ ഒന്ന് പോയി കാണുക. നിങ്ങൾ ബാരിസ്റ്ററായി അത് കഴിഞ്ഞ് ആഫ്രിക്കയിൽ പോയി ഇന്ത്യയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് 1 വർഷമെങ്കിലും ഇന്ത്യയെ കാണുന്നതിന് വേണ്ടി ഒരു പര്യടനം നടത്താൻ പറഞ്ഞു. അങ്ങനെ അന്ന് കിട്ടാവുന്ന മാർഗങ്ങളിൽ കാൽനടയായും 3-ാം ക്ലാസ് വണ്ടിയിലും കാളവണ്ടിയിലുമൊക്കെ ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചു. തിരിച്ചു വന്ന ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിൽ ലോകത്തിൽ ഒരു രാഷ്ട്രനേതാവും രാഷ്ട്രത്തിൻ്റെ നേതൃത്വ പദവിയിലേക്ക് എത്താതിരുന്നതായി ഞാൻ ഇന്നുവരെ മനസ്സിലാക്കിയിട്ടില്ല. ഒന്നിൽ രാഷ്ട്രപതിയാകും, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകും, അങ്ങനെ ആരെങ്കിലും ആകും. പക്ഷേ ഒരിക്കലും അധികാരത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹാത്മാഗാന്ധിജി. എങ്കിലും അധികാരത്തെപ്പറ്റി സംസാരിച്ച 1-2 ഭാഗങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി 1 മണിക്കൂർ നേരത്തേക്കും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ആർത്തിക്കുന്ന സൽക്കർമ്മം ഈ രാജ്യത്തെ സർവ്വ മദ്യശാലകളും പ്രതിഫലം കൂടാതെ അടച്ചുപൂട്ടുമെന്നായിരുന്നു. തൻ്റെ സന്ദർശനം കൊണ്ട് നമ്മുടെ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ജനങ്ങൾ മോചനം പ്രാപിക്കേണ്ടത് ആവശ്യം. ഇന്ത്യക്ക് ബ്രിട്ടീഷുകാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഉണരണം. മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അവർ മോചനം പ്രാപിക്കണം. തുടർന്ന് വിദ്യാഭ്യാസം നൽകണം. ഈ വലിയ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെക്കുകയും ലോകത്തിലെ മഹാനേതാവായി ഉയരുകയും ചെയ്തു. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മഹാനെ കണ്ടെത്താനുള്ള വലിയ സംരംഭം യുഎന്നോട് ഇന്നത്തിൽ ആരംഭിച്ചു. അവസാനം വന്നെത്തിയത് ഗാന്ധിജിയിലും ഐൻസ്റ്റീനിലുമായിരുന്നു. പക്ഷേ ഐൻസ്റ്റീനെ മാറ്റി നിർത്തി ഗാന്ധിജിയിലേക്ക് വന്നത് ഐൻസ്റ്റീൻ്റെ വിശ്വപ്രസിദ്ധമായ വാക്കാണ്, ഗാന്ധിജിയെപ്പോലെ മനുഷ്യൻ ഈ ലോകത്തിൽ രക്തവും മാംസവും ധരിച്ച് ജീവിച്ചിരുന്നുവെന്ന് ഭാവി തലമുറ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അതായിരുന്നു ഗാന്ധിയുടെ പ്രവർത്തനം. ഇനിയും രാജ്യത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ ഈ രാജ്യത്ത് എന്ത് നടക്കണമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ ചിന്തകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഗ്രാമസഭകളെ വളർത്തിയെടുക്കുകയും ഗ്രാമസ്വരാജ് വളർത്തിയെടുക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിലദ്ദേഹം കൊടുത്ത ഉപദേശമാണ് ഭരണാധികാരികളുടെ, നിങ്ങൾ ഭരണാധികാരികളായിരിക്കട്ടെ, അതൊരു പഞ്ചായത്തിൻ്റെ ആവട്ടെ, രാഷ്ട്രത്തിൻ്റെ ആവട്ടെ, നിയമസഭയുടെ ആകട്ടെ, നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം കൊണ്ട് ആത്യന്തികമായ ഫലം ആർക്കാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെ മുഖം നിങ്ങളുടെ മുമ്പിൽ കാണണം. അങ്ങനെയെങ്കിൽ മാത്രമേ
നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന് മഹാത്മാഗാന്ധി വിശ്വസിച്ചിരുന്നു. ആ ആദർശത്തിലേക്ക് ദുർഭാഗ്യവശാൽ സ്വതന്ത്ര ഭാരതം കടന്നു വന്നില്ല. അതിൻ്റെ 2 വിഷയങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്ന്, ഇന്ത്യയുടെ വിഭജനത്തോളം എത്തിയ നമ്മുടെ വർഗീയ സിദ്ധാന്തം, മതസൗഹാർദ്ദത വളർത്തിയെടുക്കാൻ കഴിയാത്തത് ഇന്ന് നമുക്ക് ദൗർഭാഗ്യമായി നിൽക്കുന്നു. അപ്പോൾ ഗാന്ധിജിയെ സ്നേഹിക്കുന്നു, ഗാന്ധിജിയെ ആരാധിക്കുന്നു, ഗാന്ധിജിയെ അനുകരിക്കുന്നു എന്നൊക്കെ പറയുന്നവർ ചെയ്യേണ്ട 2 കാര്യം ഇതാണ്: ഇന്ത്യയുടെ മോചനത്തിന് മതസൗഹാർദ്ദത്തിന് മുൻകൈ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും മദ്യനിരോധനത്തിന് ഊന്നൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭാരതത്തെ ഭാവന ചെയ്തിരുന്നു. അത് സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, നിർത്തുന്നു.